നിങ്ങൾ എത്രയൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടും എത്രയൊക്കെ പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നുണ്ടോ? പ്രപഞ്ചം നിങ്ങളെ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ വൈബ്രേഷണൽ അലൈൻമെന്റ് ശരിയല്ല എന്നുള്ളതാണ്. റേഡിയോയിൽ പാട്ട് കേൾക്കാൻ കൃത്യമായ സ്റ്റേഷൻ ട്യൂൺ ചെയ്യേണ്ടതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ നിങ്ങളുടെ മനസ്സിനെ പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയുമായി എങ്ങനെ ട്യൂൺ ചെയ്യാം? കേവലം 5 ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ കാന്തം പോലെ ആകർഷിക്കാനുള്ള രഹസ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെളിപ്പെടുത്തുന്നത്. ഒരു സെക്കൻഡ് പോലും കളയാതെ ഈ വീഡിയോ മുഴുവനായി കാണുക. നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റർ മൈൻഡ് മലയാളത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി തിരിച്ചറിയാനും ലോ ഓഫ് അട്രാക്ഷനിലൂടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും നിങ്ങളെ സഹായിക്കുന്ന അറിവുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ നിരന്തരം പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായി ഇപ്പോൾ തന്നെ താഴെയുള്ള ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷനിൽ സെറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പവർഫുൾ വീഡിയോകളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാനുള്ള വലിയൊരു പ്രചോദനമാണ്. ശരി, ഇനി നമുക്ക് വൈബ്രേഷണൽ അലൈൻമെന്റിന്റെ ആ 5 അത്ഭുത രഹസ്യങ്ങളിലേക്ക് കടക്കാം. 1. നിങ്ങളുടെ ഫ്രീക്വൻസി തിരിച്ചറിയുക. ഐഡന്റിഫൈ യുവർ കറന്റ് ഫ്രീക്വൻസി. വൈബ്രേഷണൽ അലൈൻമെന്റിലെ ഏറ്റവും ആദ്യത്തെ പാഠം നിങ്ങളിപ്പോൾ ഏത് ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുക എന്നതാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജ്ജമാണ്. ആ ഊർജ്ജം നിരന്തരം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വികാരങ്ങളാണ് നമ്മുടെ വൈബ്രേഷന്റെ ഇൻഡിക്കേറ്ററുകൾ. നിങ്ങളിപ്പോൾ ദേഷ്യത്തിലോ ഭയത്തിലോ അല്ലെങ്കിൽ എനിക്കൊന്നും നടക്കില്ല എന്ന നിരാശയിലോ ആണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് വളരെ താഴ്ന്ന ഒരു ഫ്രീക്വൻസിയിലാണ്. ഒരു റേഡിയോയിൽ 98.3 FM കേൾക്കണമെങ്കിൽ നമ്മൾ ആ കൃത്യം പോയിന്റിൽ ട്യൂൺ ചെയ്യണം. 91.1 ഇരുന്നു കൊണ്ട് നമുക്കൊരിക്കലും 98.3 പാട്ട് കേൾക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും. നിങ്ങളുടെ ആഗ്രഹം സന്തോഷവും സമൃദ്ധിയുമാണെങ്കിൽ അത് നിൽക്കുന്നത് ഉയർന്ന ഒരു ഫ്രീക്വൻസിയിലാണ്. നിങ്ങൾ നെഗറ്റീവ് ചിന്തകളുമായി താഴ്ന്ന ഫ്രീക്വൻസിയിൽ ഇരുന്നു കൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും ആഗ്രഹിച്ചാലും അത് പ്രപഞ്ചവുമായി അലൈൻ ആകില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. ഇപ്പോൾ എനിക്ക് എന്തു തോന്നുന്നു എന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾക്ക് സങ്കടമാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വൈബ്രേഷൻ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കൂ. മനസ്സിനെ എപ്പോഴും ഉയർന്ന ഒരു പോസിറ്റീവ് തലത്തിൽ നിലനിർത്തുക എന്നതാണ് വിജയത്തിലേക്കുള്ള ആദ്യപടി. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഉയർന്ന വൈബ്രേഷനിലേക്ക് മാറാനും പ്രപഞ്ചത്തിന്റെ സമൃദ്ധി സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ എം അലൈൻഡ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ സാമ്പത്തികമായ ഒരു വലിയ ഉയർച്ചയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മണി മാഗ്നറ്റ് എന്നും കൂടി കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഓരോ വാക്കുകളും പ്രപഞ്ചത്തിലേക്കുള്ള ശക്തമായ സിഗ്നലുകളാണ്. 2. ചിന്തകളേക്കാൾ വികാരങ്ങൾക്ക് മുൻഗണന നൽകുക. ഫീലിംഗ്സ് ഓവർ തോട്ട്സ്. ലോ ഓഫ് അട്രാക്ഷനിൽ പലരും പരാജയപ്പെടുന്ന ഒരിടമാണിത്. നമ്മൾ വിചാരിക്കാറുള്ളത് എനിക്ക് പണം വേണം എന്ന് 1000 വട്ടം മനസ്സിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ എഴുതി വെച്ചാൽ അത് നടക്കുമെന്നാണ്. എന്നാൽ സത്യം അതല്ല. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളോടല്ല, മറിച്ച് നിങ്ങളുടെ വികാരങ്ങളോടാണ് പ്രതികരിക്കുന്നത്. നിങ്ങൾ ഒരു ലക്ഷ്യം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്ത് വികാരമാണ് തോന്നുന്നത്? എനിക്ക് 1 കോടി രൂപ വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ കയ്യിൽ ഇപ്പോൾ 10 രൂപ പോലും ഇല്ലല്ലോ എന്ന പേടിയോ ദാരിദ്ര്യബോധമോ ആണെങ്കിൽ പ്രപഞ്ചം ആ ഭയത്തെയാണ് സ്വീകരിക്കുന്നത്. ആ ഭയം ഒരു നെഗറ്റീവ് വൈബ്രേഷനാണ്. ഇത് നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും. വൈബ്രേഷണൽ അലൈൻമെന്റ് എന്നാൽ നിങ്ങളുടെ ചിന്തയെ വികാരവുമായി കൂട്ടിയിണക്കുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ കാര്യം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു കുളിർമയും സന്തോഷവും ആവേശവും തോന്നുന്നില്ലേ? ആ ഫീലിംഗ് ആണ് പ്രപഞ്ചത്തിലേക്കുള്ള ഏറ്റവും വലിയ സിഗ്നൽ. ചിന്ത ഒരു വിത്താണെങ്കിൽ വികാരം അതിനെ മുളപ്പിക്കാനുള്ള വെള്ളമാണ്. വികാരം ചേരാത്ത വെറും ചിന്തകൾക്ക് ഒരിക്കലും ഫലം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് അനുഭവിച്ചു തുടങ്ങുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെറും സ്വപ്നങ്ങളല്ല. അവ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പ്രപഞ്ചത്തോട് അത് ഉറക്കെ പറയുക. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ ഫീൽ ദി അബൻഡൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. പണം ആഗ്രഹിക്കുന്നവർ മണി ഫ്ലോസ് ടു മീ എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് കമന്റും നിങ്ങളുടെ ഭാഗ്യത്തെ ഉണർത്താനുള്ള മന്ത്രങ്ങളാണ്. 3. 0 അവസ്ഥയിലേക്ക് മാറുക. സീറോ റെസിസ്റ്റൻസ് സ്റ്റേറ്റ് ഓഫ് നോ ഡൗട്ട്. വൈബ്രേഷണൽ അലൈൻമെന്റിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം നമ്മുടെ തന്നെ സംശയങ്ങളാണ്. ഇതിനെയാണ് ലോ ഓഫ് അട്രാക്ഷനിൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അതിൽ കല്ലുകളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയും. അതുപോലെ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകി വരുമ്പോൾ നിങ്ങളുടെ സംശയം ആ ഒഴുക്കിനെ തടയുന്നു. ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ വെറും തമാശയല്ലേ? എന്റെ ജീവിതത്തിൽ മാത്രമൊന്നും നടക്കില്ല. ഇങ്ങനെയുള്ള ഓരോ ചിന്തയും പ്രപഞ്ചത്തിലേക്കുള്ള നിങ്ങളുടെ വൈബ്രേഷനെ തടസ്സപ്പെടുത്തുന്ന കല്ലുകളാണ്. 0 അവസ്ഥ അല്ലെങ്കിൽ സീറോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് യാതൊരുവിധ ആശങ്കയുമില്ലാത്ത അവസ്ഥയാണ്.
ഒരു കൊച്ചുകുട്ടി തന്റെ അച്ഛനോട് ഒരു കളിപ്പാട്ടം ചോദിച്ചാൽ അത് കിട്ടുമോ ഇല്ലയോ എന്ന് അവൻ സംശയിക്കാറില്ല. അത് അച്ഛൻ വാങ്ങിത്തരും എന്ന ഉറച്ച വിശ്വാസത്തിൽ അവൻ സന്തോഷമായിരിക്കും. ആ ഒരു നിഷ്കളങ്കമായ വിശ്വാസം, ബ്ലൈൻഡ് ഫെയ്ത്ത് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും എന്ന ചോദ്യങ്ങൾ മാറ്റിവെച്ച് ഇത് നടക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആ പൂജ്യം അവസ്ഥയിലെത്തുമ്പോൾ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സമില്ലാതെ ഒഴുകാൻ തുടങ്ങും. നിങ്ങളുടെ വിശ്വാസത്തിന്റെ തീവ്രതയാണ് നിങ്ങളുടെ വിജയത്തിന്റെ വേഗത നിശ്ചയിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രപഞ്ചം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ ആ വിശ്വാസം പ്രഖ്യാപിക്കുക. കമന്റ് ബോക്സിൽ ഐ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് 100% എന്ന് ടൈപ്പ് ചെയ്യുക. സാമ്പത്തികമായ തടസ്സങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നവർ അബണ്ടൻസ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും നിങ്ങളുടെ ഉള്ളിലെ സംശയങ്ങളെ ഇല്ലാതാക്കാനുള്ള ഉറച്ച തീരുമാനമാണ്. 4. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. സെലക്ടീവ് ഫോക്കസ്. വൈബ്രേഷണൽ അലൈൻമെന്റിൽ വളരെ നിർണായകമായ ഒന്നാണ് നിങ്ങളുടെ ശ്രദ്ധ അഥവാ ഫോക്കസ്. ഈ പ്രപഞ്ചത്തിൽ ഒരേ സമയം നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇതിൽ ഏതിനെയാണോ ശ്രദ്ധിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് ലോ ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മളിൽ പലരും എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നതിലോ ടിവിയിലെ നെഗറ്റീവ് വാർത്തകൾ കാണുന്നതിലോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിലോ ആണ് സമയം കളയുന്നത്. നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ദാരിദ്ര്യത്തിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും ആ നെഗറ്റീവ് വൈബ്രേഷൻ നിങ്ങളെ വിജയത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും. വൈബ്രേഷണൽ അലൈൻമെന്റ് ശരിയാകണമെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ബോധപൂർവം മാറ്റണം. മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ട് സന്തോഷിക്കുക. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക. നിങ്ങൾക്ക് ലഭിച്ച ചെറിയ ഭാഗ്യങ്ങളെപ്പോലും വലുതായി കാണുക. നിങ്ങൾ എന്തിനെയാണോ അഭിനന്ദിക്കുന്നത് അത് നിങ്ങളിലേക്ക് കൂടുതൽ വലിഞ്ഞെടുക്കും. നിങ്ങളുടെ ശ്രദ്ധ പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രമാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പ്രപഞ്ചത്തിന്റെ സമൃദ്ധിയുമായി താനേ ഒത്തുചേരുന്നു. ഓർക്കുക, നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഊർജം ഒഴുകുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം കാണാനും ആസ്വദിക്കാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ ഫോക്കസ് ഓൺ അബണ്ടൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. പണം ആഗ്രഹിക്കുന്നവർ ഐ ലവ് മണി ആൻഡ് മണി ലവ്സ് മീ എന്നും കൂടി കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പോസിറ്റീവ് വാക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വിജയങ്ങളെ ആകർഷിക്കട്ടെ. 5. ഹൈ വൈബ്രേഷൻ ആക്ടിവിറ്റികൾ. ഹൈ വൈബ് റിച്വൽസ്. വൈബ്രേഷണൽ അലൈൻമെന്റിലെ 5ാമത്തെയും അവസാനത്തെയും രഹസ്യം നിങ്ങളുടെ എനർജിയെ പെട്ടെന്ന് ഉയർത്താൻ സഹായിക്കുന്ന ചില കുറുക്കുവഴികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായി ഇരിക്കണമെന്നില്ല. ചിലപ്പോൾ സങ്കടമോ നിരാശയോ നമ്മെ തേടി വന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ മനസ്സിനെ നിർബന്ധപൂർവം ഹൈ വൈബ്രേഷൻ തലത്തിലേക്ക് എത്തിക്കാൻ ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാം. ഇതിനെയാണ് ഹൈ വൈബ് റിച്വൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക. കുറച്ചു സമയം പ്രകൃതിയുമായി ചെലവഴിക്കുക. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കണ്ണടച്ച് ഇരുന്നു ധ്യാനിക്കുക. നിങ്ങൾ ചിരിക്കുമ്പോഴും നന്ദി പറയുമ്പോഴും മറ്റൊരാളെ സഹായിക്കുമ്പോഴും നിങ്ങളുടെ വൈബ്രേഷൻ പെട്ടെന്ന് ഉയരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം നിലനിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ ശരീരം നേരെ നിവർത്തിയിരുത്തി മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വരുത്തുന്നത് പോലും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എല്ലാം ശുഭമാണ് എന്ന സന്ദേശം നൽകും. ഈ ഉയർന്ന ഊർജാവസ്ഥയിൽ നിങ്ങൾ പ്രപഞ്ചവുമായി പൂർണ്ണമായും അലൈൻഡ് ആയിരിക്കും. ഈ അവസ്ഥയിൽ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് അത്ഭുതകരമായ വേഗതയിൽ നിങ്ങളെ തേടി വരും. അതുകൊണ്ട് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് എന്ന് സ്വയം പറഞ്ഞു തുടങ്ങുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിറയാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ മാറ്റം സംഭവിക്കാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ പ്രപഞ്ചത്തോട് അത് ഉറക്കെ പ്രഖ്യാപിക്കുക. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഐ എം ഇൻ ഹൈ വൈബ്രേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. പണം ആഗ്രഹിക്കുന്നവർ മണി മാഗ്നറ്റ് എന്നും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഈ ഓരോ പോസിറ്റീവ് സ്റ്റെപ്പും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 കാര്യങ്ങൾ ഫ്രീക്വൻസി തിരിച്ചറിയുക, വികാരങ്ങൾക്ക് മുൻഗണന നൽകുക, പൂജ്യം അവസ്ഥയിലെത്തുക, പോസിറ്റീവ് ഫോക്കസ്, ഹൈ വൈബ് ആക്ടിവിറ്റികൾ, ഇതൊന്നും വെറും സിദ്ധാന്തങ്ങളല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള പ്രപഞ്ച രഹസ്യങ്ങളാണ്. നിങ്ങൾ എപ്പോഴൊക്കെ പ്രപഞ്ചവുമായി വൈബ്രേഷണൽ അലൈൻമെന്റിലാകുന്നുവോ അപ്പോഴൊക്കെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് താനെ ഒഴുകി വരാൻ തുടങ്ങും. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ നിങ്ങൾ തയ്യാറാണോ? ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് സഹായിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഇത്തരത്തിലുള്ള കൂടുതൽ മൂല്യവത്തായ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. ലോ ഓഫ് അട്രാക്ഷന്റെയും ഉപബോധ മനസ്സിന്റെയും ഇനിയും വെളിപ്പെടുത്താത്ത രഹസ്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. ആ അറിവുകളൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ മാസ്റ്റർ മൈൻഡ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ നൽകുക. എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോകൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വേഗത്തിൽ സഫലമാകട്ടെ എന്ന് പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നു.
അടുത്ത ഒരു പവർഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.